നമുക്ക് രാഷ്ട്രീയമാണ് ഉണ്ടായിക്കോട്ടെ, തിരക്കടൊന്നുമില്ല. രാഷ്ട്രീയത്തിന് ഇസ്ലാം എതിരല്ല. രാഷ്ട്രീയം ഇസ്ലാമിനെതിരാകുന്നിടത്ത് നമുക്ക് പാടില്ല. ഏത് രാഷ്ട്രീയമായാലും ഇസ്ലാമിനെതിരാകുന്ന, അല്ലെങ്കിൽ അതായത് ഇസ്ലാം എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെ വിമർശിക്കുന്ന വേദികളായി രാഷ്ട്രീയ പാർട്ടിൻ്റെ വേദികൾ ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലാക്കണം. അത് നമ്മൾ വിമർശിക്കണ്ടേ? ഉമർ ഫൈസ് പ്രസംഗിക്കുന്നവർ നിങ്ങളൊരു പക്ഷേ വിമർശനം പറഞ്ഞേക്കും, അയാൾ അങ്ങനെ തന്നെയാണ്, പണ്ടേ സഖാവാണ് എന്നൊക്കെ പറയും. അത് നിങ്ങൾ പറഞ്ഞോളി. പക്ഷെ ഞാൻ എവിടെ സഖാവായിട്ടൊന്നുമില്ല, നിങ്ങളാക്കിയായിട്ടാവില്ല. ഞാൻ സമസ്തക്കാരനാണ്. അതിനെക്കുറിച്ചാണ് സഖാവ് എന്ന് പറയുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. ഇനി സമസ്തയുടെ വേദി, സമസ്തയിൽ പറയേണ്ടതിനെ എതിർത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ തവസ്സുൽ ഇസ്തിഗാസിനെ എതിർക്കുകയാണ്. ആ പാർട്ടിനെ എതിർക്കേണ്ടി വരൂലേ? ആ പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്നത് മഹാന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് അവർ ചിന്തിക്കണ്ടേ, അവർ തടുക്കണ്ടേ? ഇടയാളന്മാരെ ഞാൻ ആക്കൂല എന്ന് അതിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അതിനെ എതിർക്കേണ്ടത് അതിൻ്റെ പ്രസിഡന്റിലൊക്കെ ദീനുണ്ടെങ്കിൽ പറയണ്ടേ? ഇവരെ പറഞ്ഞില്ല. വേറൊരുത്തം പറഞ്ഞു, എന്താണ് അമ്മൻ്റെ പേരെന്താ? അമൃതാനന്ദമായ അമ്മനെ കെട്ടിപ്പിടിക്കലും മക്കാമിലൊക്കെ പോയി പച്ച വിരിക്കലും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ വഹാബികൾ കൂടി പറയാത്ത വാക്ക. ഇതൊക്കെ അതിൻ്റെ വേദികളിൽ പറഞ്ഞാൽ തിരുത്തേണ്ടവർ തിരുത്തണം എന്ന് പറയാതിരിക്കുമ്പം സുന്നത്ത് ജമാഅത്തിൻ്റെ രക്തം ഓടുന്നവർക്ക് അവർ രോമം എടുത്തു പിടിക്കും. അതാണ് ഇവിടെ വിഷയം. അത് പറയാൻ പാടില്ല എന്ന് നമ്മൾ പറയാൻ പറ്റുമോ? മറ്റത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ അടക്കം കൊടുക്കണ്ടേ? ആ അടക്കം കൊടുക്കുന്നതിന് പകരം നമ്മളെന്തെങ്കിലും പറയുമ്പം അതിനും അടക്കം കൊടുക്കാനാണ് വരുന്നത്. അപ്പം ഓരോ പാർട്ടികളും അതിൻ്റെ കാര്യമായിട്ട് നടന്നോളി. സമസ്തയായിട്ട് കളിക്കാൻ വരണ്ട എന്നുള്ളത് പറയാനുള്ളൂ. സമസ്ത ദീനാണ്. ദുനിയാവ് അതിന് വലിയ പ്രശ്നമില്ല. ഈ ദീൻ ഇവിടെ രക്ഷിച്ചാലേ സംരക്ഷിക്കലാണ് സമസ്തയുടെ കടമ. ആ കടമ നിർവഹിക്കുന്നതിൽ നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇതിനോടുകൂടെ അള്ളു അലൈഹാ ബിൻ നവാജിദി എന്ന് സഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. നിങ്ങളൊരു പക്ഷെ കുറവായിരിക്കാം, ന്യൂനപക്ഷമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, നിങ്ങളുള്ളവരെന്താക്കണം? അതിനെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളോടാ പറഞ്ഞത്. ആ അണപ്പല്ല് പൊട്ടിത്തീരുന്നവരെ നമ്മൾ എന്താക്കുക? അതിനെ കടിച്ചു പിടിക്കുക ചെയ്യും ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ അർഹമുർ തമ്പുരാൻ അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാരായ ഉലമാക്കൾ, ഔലിയാക്കൾ അണിനിരന്ന സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കണം എന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 100ാം വാർഷിക സമ്മേളനം വമ്പിച്ച വിജയമാക്കണം. ഓരോ വീട്ടിലും അതിൻ്റെ സന്ദേശം എത്തിക്കണം. എന്താണ് സമസ്ത എന്ന് പറഞ്ഞാൽ സാധാരണ ഇവിടെ നടക്കുന്ന പല സംഘടന പോലെ, രാഷ്ട്രീയ സംഘടന പോലെയുള്ള ഒരു സംഘടന ഒന്നുമല്ല. അത് നമ്മുടെ ജീവൽ പ്രശ്നമാണ്. ഉൽ ആഖിറത്തു ഖൈറും വഅബ്ക വലൽ ആഖിറത്തു ഖൈറുൽ ലക്കും എന്ന് പറയാൻ നമുക്ക് ആഖിറമാണ് വലുത്. ദുനിയാവ് നശ്വറാണ്. ആഖിറം മോശം കിട്ടണം, ഈമാൻ സലാമത്തായി മരിക്കണം, ഹുസ്നുൽ ഖാത്തിമത്ത് കിട്ടണം. സൂഉൽ ഖാത്തിമത്തോട്ട് നമ്മൾ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ലാ യഖാഫൂന ലൗമത ലായിം, ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഫിർഔന്റെ ആൾക്കാർ അവരൊക്കെ ഒരു നിമിഷം കൊണ്ട് മുസ്ലിമായ കാര്യം പറഞ്ഞല്ലോ എന്നതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ്. നിങ്ങൾ എങ്ങനെ ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ റബ്ബിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ നമുക്ക് നമ്മുടെ റബ്ബ് അതാണ് നമ്മുടെ മുദ്രാവാക്യം. ആ റബ്ബിൻ്റെ വിഷയങ്ങൾ എന്തുണ്ടോ അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ സുന്നത്ത് ജമാഅത്തിൻ്റെ, സമസ്തയുടെ, അതുപോലെ ഇസ്ലാമിൻ്റെ ആൾക്കാരായിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത്, സമസ്ത മാത്രമേ ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വഴിയുള്ളൂ. ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചിരുന്ന വഴി സമസ്ത മാത്രമാണ്. ആ മാർഗത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കണം. എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ നിയമം ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവസാനത്തെ പ്രവാചകനായി മുഹമ്മദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാത്തിമുൻ നബിയ്യീൻ ലാ നബിയ്യ ബഅദി, എൻ്റെ ശേഷം ഇനി പ്രവാചകനില്ല, പ്രവാചകൻ്റെ ആവശ്യവുമില്ല. അതെന്താണ്? അവിടെ നമുക്കൊരു സംശയം. ഓരോ കാലഘട്ടത്തിലും ഒരു പ്രവാചകൻ കഴിഞ്ഞാൽ മറ്റൊരു പ്രവാചകൻ, ചിലപ്പോൾ ഒരു പ്രവാചകൻ്റെ കൂടെ തന്നെ മറ്റു പ്രവാചകന്മാരും കൂടെ പ്രവർത്തിച്ച ഒരു സംവിധാനമാണ് ഈ സംവിധാനം. അങ്ങനെ നടന്നു പോന്നാൽ അപ്പോൾ പ്രവാചകൻ അങ്ങോട്ട് കഴിഞ്ഞ ആൾക്കാരൊക്കെ ചിന്തൊക്കെ മാറാൻ തുടങ്ങും. അപ്പം വേറൊരു പ്രവാചകൻ അയക്കും.
ഇതിന് വിരുദ്ധമായി 1500 വർഷത്തിന് ശേഷം 1500 വർഷങ്ങളായിട്ട് ഇതുവരെ പിന്നെ പ്രവാചകൻ വന്നിട്ടില്ല. പിന്നെ ആരാണ് ഈ ദീൻ നിലനിർത്തുന്നത്? ഇവിടെ എപ്പോഴും ഉണ്ടാവില്ല, ഓരോ ചിന്താഗതികളും അങ്ങനെ മാറി മാറി വരൂലേ. അപ്പം അവിടെ ആ ദീൻ നടത്താൻ ആൾ വേണം. പ്രവാചകന്മാരില്ലെങ്കിലും നടത്താൻ ആൾ വേണം എന്നുള്ളത് തീർച്ചയാണ്. അതാരാണ്? അതിന് മറുപടിയുണ്ട്. അൽ ഉലമാ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ, ദീൻ പഠിച്ച പണ്ഡിതന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പകർത്തി ഒപ്പിയെടുത്ത ആളുകളാണ് സ്വഹാബത്ത്. ജീവിതം ഒപ്പിയെടുത്ത ആൾക്കാരാണ്. അവരും ഇതുപോലെ തന്നെ പരിശുദ്ധവാന്മാരാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഹിസാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഖുർആൻ സാക്ഷീകരിച്ചു അവർ അള്ളാഹു തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന്. ആര്? മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കൾ, ലക്ഷക്കണക്കിൽ സഹാബത്തുണ്ട് നബിയുടെ കാലത്ത്. നബിയെ കണ്ട് ഇസ്ലാം വിശ്വസിച്ച ആൾക്കാരാണ് സഹാബത്ത്. അത് നബിയുടെ ജീവിതം അവർ പകർത്തിയെടുത്തു, ഒപ്പിയെടുത്ത എല്ലാ സ്വഭാവങ്ങളും. കാന ഖുലുഖുൽ ഖുർആൻ, സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ ജീവിതത്തിൽ ഒപ്പിയെടുത്ത ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളാണ്. അള്ളാഹുവിന് അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്ന് ഖുർആൻ പറഞ്ഞു. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതാണ് ആ ആളുകൾ ഇവിടെ കാണിച്ചു തരുന്നു. പിന്നെ ആ വഴികൾ, പിന്നെ വല്ലദീന തബഉഹും ബിഹിസാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ മുഹാജിറുൻ വൽ അൻസാർ വല്ലദീന തബഉഹും ബിഹിസാൻ. ആ പാരമ്പര്യം ഇവിടെ തുടരണം. ആ പാരമ്പര്യം ഏത്? നബി പഠിപ്പിച്ച, സഹാബത്ത് പഠിച്ച, നബി സഹാബത്ത് പഠിപ്പിച്ച, അങ്ങനെ അത് നേരെ സഹാബത്തിനെ കണ്ട് പകർത്തിയ ആൾക്കാർ. ആ ആൾക്കാർ പിന്നീട് എന്താക്കുന്നു? ആ ദീനിനെ ഇവിടെ പഠിപ്പിച്ചു തരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അങ്ങനെ പിന്നെ പാരമ്പര്യമായിട്ട് വരാൻ വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അള്ളാഹുവിനും റസൂലിനും ഉത്തമ ബോധ്യമുള്ളവരായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ പ്രബോധനം നടത്താൻ പിന്നീട് പ്രവാചകൻ ആവശ്യമില്ലാത്ത വിധം അള്ളാഹു തആല ബഹുമാനിച്ച ആദരിച്ച ആളുകളാണ് സഹാബത്ത്. അവരെ പിമ്പറ്റിയവർ അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നവർ. അതാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഞങ്ങളെനി നല്ല വഴിക്കാക്കണം റബ്ബേ, ചൊവ്വായ വഴിയിൽ ഞങ്ങളെനി ആക്കണം. നമ്മളെ പ്രാർത്ഥന വലിയൊരു പ്രാർത്ഥനയാണ്. അള്ളാഹു നമ്മൾ നിർബന്ധമായി പ്രാർത്ഥിക്കാൻ കൽപ്പിച്ച് പഠിപ്പിച്ച് എന്നൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന എല്ലാവരും കാണാതെ പഠിക്കണം. ഒരു ദിവസം നിർബന്ധമായി 17 വട്ടെങ്കിലും പ്രാർത്ഥിക്കണം. അല്ലാതെ ഒരുപാട് വട്ടം പ്രാർത്ഥിക്കണം. അങ്ങനത്തെ ഒരു പ്രാർത്ഥനയായി അള്ളാഹു നമുക്ക് നൽകിയ പ്രാർത്ഥനയാണ്. അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. എന്താ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി. അതെല്ലാ കാലത്തും ഉണ്ടല്ലോ. അത് ഈ വഴിയിൽ കൂടെ വന്ന ആളുകളാണ് സഹാബത്ത്. നബിയിൽ നിന്ന് സഹാബത്തിന് താബിഈങ്ങൾ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ്. പിന്നീടോ അടുത്ത നൂറ്റാണ്ട്, പിന്നീട് അടുത്ത നൂറ്റാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 3 നൂറ്റാണ്ടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചു. അതും നമുക്ക് വലിയ ഒരു തെളിവാണ്. നമ്മുടെ ശരീഅത്ത് നിയമങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെട്ട നൂറ്റാണ്ടുകളാണത്. ഖുർആൻ പഠിക്കുകയും ഹദീസ് പഠിക്കുകയും അതുപോലെ ഖുലഫാഉർ റാഷിദീങ്ങളുടെയൊക്കെ ജീവിത ചരിത്രങ്ങളും അവരുടെ വിധിവിലക്കുകളൊക്കെ മനസ്സിലാക്കിയ സഹാബത്ത് അല്ലെങ്കിൽ താബിഈങ്ങൾ അവർ ഈ നൂറ്റാണ്ടിൽ കടന്നുപോയി. അവർ ഈ ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും ക്രോഡീകരിച്ചു. മദാഹിബ്, 4 മദ്ഹബുകളാണ് ലോകത്ത് പ്രശസ്തമായ മദ്ഹബ്. ആ മദ്ഹബിൻ്റെ ഇമാമുകളൊക്കെ ഈ നൂറ്റാണ്ടുകളിൽ ജീവിച്ച് മരിച്ചവരാണ്. അവർ എല്ലാ നിയമങ്ങളും പിന്നീട് ഒരു നിയമം ആവശ്യമില്ലാത്ത രൂപത്തിൽ എല്ലാം വിശദമായി രേഖപ്പെടുത്തി 4 മദ്ഹബിൽ ഒതുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേറെ എങ്ങോട്ടും പോകേണ്ടതില്ല, വേറൊരാൾ വരേണ്ടതുമില്ല. ആ രൂപത്തിൽ അത് സമ്പൂർണ്ണമാണ്. അതാണ് ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരു ഇസ്ലാമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഓരോ കാലഘട്ടത്തിലും ഓരോ നൂറ്റാണ്ടിലും പണ്ഡിതന്മാരാണ്. അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികൾ എന്ന് പറയപ്പെടുന്ന ഉലമാക്കളാണ്. അവർ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളാ, അനന്തര സ്വത്തെടുക്കുന്നവരാ. അവരെ സ്വത്തെന്താ? ദീനാറോ ദിർഹമോ എസ്റ്റേറ്റോ അങ്ങനത്തെ കമ്പനിയൊന്നുമല്ല.
അവർ ആ ഇൽമാണ് എന്താക്കിയത്, അനന്തരം കൊടുത്തത്. അമ്പിയാക്കന്മാരുടെ ഇൽമ് അത് അനന്തരം വാങ്ങിയാൽ പിന്നെ അത് മതിയല്ലോ. ആ ഒരു ശുദ്ധ ജീവിതം ജീവിച്ചുകൊണ്ട് അമ്പിയാക്കന്മാരുടെ ആ പാതയിൽ കൂടെ നടന്നു വരുന്ന ആൾക്കാർ അത് എല്ലാ കാലത്തും ഉണ്ടാകണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ദീൻ നിലനിൽക്കൂലല്ലോ. അത് തന്നെയാണ് നമ്മൾ ചുരുക്കി പറയുകയാണ്. ഇവിടെ സഹാബത്തിന്റെ കാലത്താണ് ദീൻ വന്നത്. ചരിത്രം അത് വളരെ തെളിവ് നൽകുന്നുണ്ട്. പല സഹാബാക്കളും ലോകത്തിന്റെ ഈ രാജ്യത്തിന്റെ പല ഭാഗത്തും മറവിട്ട് കിടക്കുന്നുണ്ട്. അവരൊക്കെ ഇവിടെ വന്ന് ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി വന്നവരാ. അവർ കൊണ്ടുവന്ന ദീനാണ് നമ്മുടെ ദീൻ. അതിൻ്റെ ഇടയിൽ വേറൊരു വാസിത്തൊന്നുമില്ല. നേരെ സഹാബത്ത് കൊണ്ടുവന്ന ദീനാണ് നമ്മുടെ ദീൻ. സഹാബത്ത് കൊണ്ടുവന്ന ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എൻ്റെ സമുദായം പിളരും. യഹൂദികൾ പിളർന്നിട്ടുണ്ട്, നസാറാക്കൾ പിളർന്നിട്ടുണ്ട്. 71 യഹൂദികൾ പിളർന്നെങ്കിൽ 72 നസാറാക്കൾ പിളർന്നു, 73 നമ്മളും പിളരുന്നാണ് പറഞ്ഞത്. ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിളരും. എല്ലാവരും കുല്ലുഹും ഫിന്നാർ, എല്ലാം നരകത്തിലാണ്. നബി പറയാണ്, ഇല്ലാ വാഹിദ, ഒന്നൊഴികെ. 73 72 നരകത്തിലാണ്, ഒന്നൊഴികെ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആ ഒന്നാരാണ്? നമുക്കറിയേണ്ട അതാണല്ലോ, നമ്മൾ ഒന്നിലെ പെടണല്ലോ. അവരുടെ ജിജ്ഞാസ അതായിരുന്നു. ആ ഒന്നാരാണ്? മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ ഈ സഹാബാക്കളുണ്ടല്ലോ, അവരൊരു ജീവിത വ്യവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരും. ആ വഴിയിൽ കൂടെ നടക്കുന്നവർ, നബിയും സഹാബത്തും കാണിച്ചെന്ന ആ വഴിയിൽ കൂടെ നടക്കുന്നവർ, ജീവിക്കുന്നവർ, ആ വഴിയാണ് നമ്മുടെ ഇസ്ലാം. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കും അൽ ഇസ്ലാമ ദീന. ആ ദീൻ പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ഹജ്ജിൻ അറഫാ ദിവസത്തിൽ ഇറങ്ങിയ ആയത്താണ്, ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇനി ഇതിലൊന്നും കൂട്ടേണ്ടതോ കുറക്കേണ്ടതോ ഇല്ലാത്ത നിലക്ക് തന്നിരിക്കുന്നു. ആ ദീനാണ് സഹാബത്ത് ഇവിടെ കൊണ്ടുവന്നത്. ആ ദീൻ സഹാബത്ത് കൊണ്ടുവന്നത് ഇങ്ങനെ പാരമ്പര്യമായി നമ്മളും ആചരിച്ചു പോന്നു. ആരും അതിൽ കടത്താനോ കോട്ടാനോ കുറക്കാനോ വന്നിട്ടില്ല. ഏതുവരെ? 1921 22 വരെ. 1922 കേരളത്തിൽ സഹാബത്ത് കൊണ്ടുവന്ന ദീൻ നമ്മൾ തറാവീഹ് നിസ്കരിക്കും, നമ്മൾ മരിച്ചവരുടെ മേലിലൊക്കെ ഓതും, ദ്വാരക്കും, ഖബർ സിയാറത്ത് ചെയ്യും. അതുപോലെ ആചാരങ്ങളൊക്കെ പലതുകൊണ്ട് നബിദിനം അതുപോലെ ഔലിയാക്കന്മാരുടെ ദിനങ്ങളൊക്കെ നമ്മൾ ആചരിക്കും. അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ എടുത്തോ കടത്തിക്കൊണ്ടുവന്നല്ല, ഈ സഹാബത്ത് കൊണ്ടുവന്ന ദീനിന്റെ ഭാഗം തന്നെയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇതിനാർക്കും ഒരെതിർപ്പുണ്ടായില്ല, ഒരെതിർപ്പും ഇവിടെ ഇല്ല. തറാവീഹ് 20 തന്നെയാണ് എല്ലായിടത്തും നിസ്കരിച്ചത്. 2 ഹറമുകളിലും തറാവീഹ് 20 തന്നെയാണ് നമുക്ക് കാണാം. ഇപ്പം എന്തോ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ആചരിച്ചു പോകുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വേറെ ഒന്നും കടയെടുത്തതല്ല, സഹാബാക്കൾ നമുക്ക് കൊണ്ടുവന്ന മതമാണ് എന്നുള്ള കാര്യമാണ്. ആ മതത്തിൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയത് ആരാ? എപ്പോഴാ? 921 മലബാർ ലഹളയ്ക്ക് ശേഷമാണ്. KM മൗലവി എന്ന് പറഞ്ഞ മൗലവിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇവിടെ ഫിത്തനയുണ്ടാക്കിയതാ. KM മൗലവി നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ എടുത്തിട്ട് ഇപ്പം വലിയ ആളാക്കിയിട്ട് കൊണ്ട് നടക്കാനൊക്കെ ചില ആൾക്കാരുണ്ട്. നമ്മളും അതിലൊക്കെ അറിയാതെ പെട്ടുപോവുകയാണ്. അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ KM മൗലവി വന്നപ്പോൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ആരാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ? അൽ ഈമാനു യമാനി വൽ ഹിക്മത്ത് യമാനിയ, അള്ളാഹുൻ റസൂൽ പറഞ്ഞതാ. യമൻകളാണ്, യമൻ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഉടമകൾ യമനികളാണ്. യമനിൽ നിന്ന് വന്നവരാണ് ഇവിടെ സാദാത്തുക്കള്. അതിൽ എണ്ണി പറയാവുന്ന ഒരു മഹാനാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവറുകൾ. അദ്ദേഹവും അതുപോലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അബ്ദുൽ ബാരി മുസ്ലിയാർ തുടങ്ങിയ അന്ന് അറിയപ്പെടുന്ന ഉന്നത ശീർഷരായ പണ്ഡിതന്മാർ ഇവരൊക്കെ വിളിച്ചു കൂട്ടിയതായി KM മൗലവിൻ്റെ കൂട്ടർ എന്തൊക്കെ ഫിത്തനയാക്കുന്നുണ്ടല്ലോ. അവർ ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തനം നടത്തി. ആ സംഘടന ഉണ്ടാക്കി പ്രവർത്തനം നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി 925 26 കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കി. അവര് ഒരു 2-3 കൊല്ലം കൊണ്ട് അവരെന്താക്കിച്ചാൽ ഫിത്തന നാട്ടിലൊട്ടാകെ വിതറിയിട്ടുണ്ട്. നബി ചെയ്യാത്ത കാര്യമാണ് ഈ കൂട്ടരൊക്കെ ചെയ്യുന്നതൊക്കെ ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മാലിയും മൗലൂദും എല്ലാ സംഗതിയും ശിർക്കാക്കി മുശ്രിക്കുകളാക്കി. നമ്മളെ സഹാബത്ത് കൊണ്ടുവന്ന ഈ ദീൻ അനുഷ്ഠിക്കുന്നവരെ മുശ്രിക്കുകളാക്കി. നിസ്കാരത്തിൻ്റെ ശേഷം കൂട്ടുപ്രാർത്ഥന. നേരത്തെ ഹുബൈബ് ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ ദിക്റിൻ്റെ കാര്യങ്ങളൊക്കെ. ദിക്റിൻ്റെ മജ്ലിസൊക്കെ എത്രയോ ഹദീസുകളിലുള്ളതാ, നമ്മൾ ഉണ്ടാക്കിയതൊന്നുമല്ല. ദിക്റിൻ്റെ മജ്ലിസിന് അല്ലാഹു തആല തൃപ്തിപ്പെടുമെന്നും അതിൽ കൂടിയവർക്കൊക്കെ പാപങ്ങൾ പൊറുക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ.
ഇതുപോലെ ഒരുപാട് ഹദീസുകളും ഖുർആൻ സൂക്തങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ജമാഅത്ത് നിസ്കാരം, ജമാഅത്തിന് പ്രത്യേകതയല്ലേ? സലാത്തുൽ ജമാഅത്ത് തഫ്ളീൽ മിൻ സലാത്തിൽ ഫർദി ബി 27 ദറജ. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ കൂലി ജമാഅത്തായി നിസ്കരിക്കുന്നതിനുണ്ട്. കൂട്ട് പ്രാർത്ഥനയ്ക്കും അതിൻ്റെ ഫലമുണ്ട്. ഒരാൾ ഒറ്റക്ക് ദ്വാരക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം കൂട്ടി പ്രാർത്ഥനയ്ക്കുണ്ട്. നബിനോട് ചോദിച്ചാൽ അയ്യ ദുആഇ അസ്മഉ, പ്രാർത്ഥനയിൽ വെച്ച് ഏറ്റവും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന ഏതാണ്? അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണെന്ന് പറഞ്ഞപ്പോൾ നബി എന്താ മറുപടി പറഞ്ഞത്? ദുബ്റസ് സലവാത്തിൽ മക്തൂബാത്ത്, 5 ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞെങ്കിൽ ഇതിനെ ഇവിടെ നിരുത്സാഹപ്പെടുത്തിയത് വഹാബികളാണ്. നമ്മളൊക്കെ കൂട്ടമായി പ്രാർത്ഥിക്കുന്നവരാ. അത് പാടില്ലെന്ന് പറഞ്ഞ് നമ്മളെ കൂട്ടത്തിൽ നിന്ന് അടുക്ക ചില ആൾക്കാരൊക്കെ എണീറ്റ് പോകാറുണ്ട്. അവർ വൈപ്പിച്ചതാരാ? വഹാബികളാ. തറാവി 20 നിസ്കാരമാണ്. മക്കത്തും മദീനത്തും ഒക്കെ ഇതുവരെ അത് തന്നെയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് സ്ഥാപിച്ച സ്ഥലപ്പെടുത്തിയതാണ്. ഇതൊക്കെ നമുക്കറിയാം. ഇതിൽ ഫിത്ന ഉണ്ടാക്കി, ഇങ്ങനെ ഓരോ കാര്യത്തിലും ഫിത്ന ഉണ്ടാക്കി നാശമുണ്ടാക്കി. അല്ലാതെ ഇവരെന്താ ചെയ്തത്? ബർക്കത്ത് എന്ന് പറഞ്ഞ സംഗതി ഇവർക്കില്ല. ബർക്കത്ത് എടുക്കാന്ന് പറഞ്ഞ സംഗതി ഇല്ല. ബർക്കത്തിനൊക്കെ എത്രയോ ഹദീസുകളും ഖുർആൻ ലക്ഷ്യങ്ങളൊക്കെ അല്ലേ, എല്ലാം ഉണ്ട്. അതൊക്കെ വേണം. അങ്ങനെയുള്ള സഹാബത്ത് പഠിപ്പിച്ച ദീൻ ഇവിടെ പഠിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നാശമുണ്ടാക്കിയ വിഭാഗമാണ് വഹാബികൾ. ആ വഹാബികൾ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാനും ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് തിരുത്താനും രൂപീകരിച്ച ഒരു സംഘടനയാണ് സമസ്ത. അതായത് പ്രവാചകന്മാരുടെ പ്രവൃത്തിയാണിത്. പ്രവാചകന്മാർ അങ്ങനെയല്ലേ, ബിംബാരാധന വന്നപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി വന്നു. ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ലൂത്ത് നബിൻ്റെ കാലത്ത് ഒരു പ്രവർത്തനം വേറെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ വന്നപ്പോഴേ അതിനൊക്കെ എതിർക്കുക, അതിനെ എതിർത്തുകൊണ്ട് നല്ല വഴി ഏതാണ്, സിറാത്ത് മുസ്തഖീം ഏതാണെന്ന് കാണിച്ചു കൊടുക്കലാണല്ലോ പ്രവാചകന്മാരുടെ വഴി. അവരുടെ പണി അതാണ്. ആ പണി തന്നെ ഏൽപ്പിക്കപ്പെട്ടവരാണ് പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ പണ്ഡിതന്മാർ ആ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നുള്ളതാണ്. അഥവാ ദീൻ ഇവിടെ സ്ഥാപിച്ചു എന്നുള്ളതാണ്. ദീനിന് കോട്ടം വന്നപ്പോൾ ഇവിടെ സംഘടന വേണ്ടി വന്നു. അല്ലെങ്കിൽ അതിന് മുമ്പ് ഇവിടെ ഒരു സംഘടനയില്ല. വഹാബികൾ സംഘടന ഉണ്ടാക്കിയപ്പോഴാണ് ഇവിടെ സംഘടന ഉണ്ടാവേണ്ടി വന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ധർമ്മം സമസ്തയുടെ വിശ്വാസികളായ നമ്മൾ എല്ലാവരും സമസ്തയുടെ വിശ്വാസികളാവണം. മുസ്ലിങ്ങളാണോ സമസ്തയുടെ വിശ്വാസികളാവണം. സമസ്ത മറ്റൊന്നും പറയുന്നില്ല. സമസ്തക്ക് രാഷ്ട്രീയതയുടെ ഇടപാടില്ല.